ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുട്ടിച്ചനെ നിങ്ങൾ കണ്ടു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആദ്യമായിട്ട് കഥ എഴുതി സംവിധാനം ചെയ്യുന്നൊരു ഷോർട്ട് ഫിലിമാണ് കുട്ടിച്ചൻ. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, നാദൃഷിക്കയും പിഷാരടിയും ഒക്കെ സിനിമകൾ സംവിധാനം ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഞാനൊരു പടം സംവിധാനം ചെയ്യാത്തതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ബിഗ് സ്ക്രീനിലേക്ക് വരാനുള്ള ഒരു പേടിയുണ്ട്. കാരണം സിനിമയെ അത്രയധികം ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനൊരു നമ്മളോടുള്ള കുറേ പേർക്ക് കുറേ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അവരൊരുപാട് പ്രതീക്ഷിക്കും. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊപ്പം നമ്മൾ ബിഗ് സ്ക്രീനിലേക്ക് വരണം, അല്ലെങ്കിൽ അത് ചിലപ്പം പെട്ടെന്ന് തന്നെ ഒരു ഫെയിലിയറായി മാറും. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കോമഡിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്, മിമിക്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു മുൻധാരണയുണ്ട്, ഇവർ ചെയ്യുന്ന പടങ്ങളെല്ലാം തമാശ നിറഞ്ഞ പടങ്ങളായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതല്ല, നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള കഥകളിലും കൂടെ നമുക്ക് പറയണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ അതിനൊരു വേദിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം, കുട്ടിച്ചൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനുണ്ടായൊരു കാരണം അതാണ്. പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒറ്റ ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടിച്ചൻ എന്ന് പറയുന്ന ഒരാൾ മരിക്കാനായി കിടക്കുന്നു. പണ്ട് അദ്ദേഹം ഒരു വലിയ എന്താ പറയുക, നമ്മുടെ ഇടുക്കി ഭാഗത്തൊക്കെയുള്ള മലയോര ഒരു കർഷകനാണ്. കാണാൻ ഭയങ്കര യോഗ്യനാണ്. അദ്ദേഹം നടന്നു വന്നാൽ പെണ്ണുങ്ങൾ മാത്രമല്ല പുരുഷന്മാരും ഒന്ന് ആരാധനയോടെ നോക്കി നിൽക്കും. അങ്ങനെയുള്ള വർണ്ണനകളുള്ള ഒരുപാടുള്ള ഒരു ക്യാരക്ടറാണ് ഈ കുട്ടിച്ചൻ്റെത്. അപ്പോൾ അതിലൊരു സസ്പെൻസ് ഉണ്ട്, എന്താണ് ഈ കുട്ടിച്ചൻ എന്നുള്ളതിൽ, അത് കണ്ടവർക്കറിയാം. അപ്പോൾ ഈ കുട്ടിച്ചനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ആരെങ്കിലുമൊക്കെ, അതിപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പ്രായം ചെയ്യുന്ന മറ്റാരെങ്കിലുമോ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ അവരുടെയൊക്കെ സുഹൃത്തുക്കൾ വന്നിരുന്ന് ഇവരാരായിരുന്നുവെന്ന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതി നമ്മളൊക്കെ വീട്ടിൽ കാണാറുണ്ട്. പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രായം ചെന്നവർ അവരുടെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിള്ളേരപ്പം തന്നെ കണ്ണുകൊണ്ട് ഇങ്ങനെ കടിച്ചു തുടങ്ങി തള്ള തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മൈൻഡ് അതങ്ങ് പോകും. ശരിക്കും അവരാ പറയണ പല കഥകളും അവരുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളതാണ്. ആ സമയത്ത് അവർ ഹീറോകൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ കുട്ടിച്ചൻ എന്ന് പറയുന്ന ഒരു ത്രെഡ് വരാനുള്ളൊരു മെയിൻ കാരണം, ഇപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് ഈ കുട്ടിച്ചനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ, എൻ്റെ ഫാദറിൻ്റെ കാര്യം തന്നെ. അദ്ദേഹം ദന്ത ഡോക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ ബെഡ് എന്നൊക്കെ എഴുന്നേക്കാൻ വയ്യാണ്ട് കിടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കാണാൻ വരും. അപ്പോൾ എൻ്റെ അവിടെ ഇരുന്ന് പറയും. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ പേര് അസീസ് എന്നാണ്. അസീസ് ആരായിരുന്നു അറിയാമോ? ഇവിടെ നല്ല ഗോതമ്പിൻ്റെ കളറായിരുന്നു, കണ്ട സായിപ്പിനെ പോലെ ഇരിക്കുമായിരുന്നു. ഒരു ഡാർക്ക് ബ്ലൂ ഷർട്ടും ഒക്കെ ഇട്ട് വരും, നോക്കി നിന്ന് പോവും എന്നൊക്കെ പണ്ട് പറയണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ അങ്ങനെ ഇവർ പറയണത് കേൾക്കാതെ തള്ളിക്കളഞ്ഞ് പോകാത്തതുകൊണ്ട് ഇന്നെനിക്കത് ഗുണം ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, എൻ്റെ ഉപ്പാടെ ക്യാരക്ടർ എൻ്റെ മനസ്സിലുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കഥകൾ. അപ്പോൾ അതും പിന്നെ നാട്ടിലുള്ള പലരെക്കുറിച്ച്, പല ക്യാരക്ടറിനെ കുറിച്ച്, എൻ്റെ നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് അവിടെയുള്ള പല ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ഞാൻ കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ നമ്മുടെ മമ്മൂക്കയൊക്കെ ചെയ്തിട്ടുള്ള സംഘം പോലെയുള്ള സിനിമകളിൽ, അതുപോലുള്ള സിനിമകളിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള അച്ചായൻ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ കുട്ടിച്ചനെ ഒരുക്കിയത്. ഈ കുട്ടിച്ചനെ കാണിക്കാതെ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. കാര്യം ഒരു ടൈറ്റിൽ കഥാപാത്രം, അതിൽ ഹീറോയെ കാണിക്കാതെ എങ്ങനെ ഒരു കുട്ടിച്ചനെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കുക, അങ്ങനെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം, അതായത് ഇതിലെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിൽ പ്രധാന കഥാപാത്രത്തെ, അതായത് പൈലിപ്പാപ്പി എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജാഫർ ഇടുക്കിക്കാണ്. എനിക്ക് അറിയില്ല ജാഫർ കയ്ക്ക് എത്രയോ പേരാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, അഭിനന്ദിക്കുന്നത്. സിനിമയിൽ നിന്ന് എന്നെ എത്രയോ ഡയറക്ടേഴ്സും അതുപോലെ നമ്മുടെ നടീനടന്മാരും, അതല്ലാതെ പുറത്തുനിന്നുള്ള എൻ്റെ സുഹൃത്തുക്കളും, അല്ലാതെ എന്നെ ഇഷ്ടപ്പെടുന്ന എത്രയോ പേര്, എന്നെ നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ നമ്പർ അവർ തപ്പിയെടുത്തുമൊക്കെ വിളിച്ച് പറയാറുണ്ട്, ഈ ജാഫർ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു നടനായിരുന്നു, ഇത്രയും കഴിവുണ്ടായിട്ടാണോ ഇദ്ദേഹമൊക്കെ ഇപ്പോഴും മെയിൻ സ്ട്രീമിലേക്ക് വരാത്തതെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അത് ഡയറക്ടേഴ്സ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പൈലിപ്പാപ്പിയെ എഴുതുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ, ഇപ്പോൾ ഞാൻ ജാഫർക്കൊക്കെ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അതിൻ്റെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒക്കെ ചെയ്തിരുന്നു. കാര്യം ഈ പഴയ ആൾക്കാർ നമ്മൾ പ്രത്യേകിച്ച് കാണുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഈ 3-4 ഉണ്ണികളൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഒന്നിനും മേളിൽ ഒന്നായിട്ടൊക്കെ ഇരിക്കും. അവരുടെ ഈ ചെവിയിൽ നിന്നുള്ള രോമത്തിനൊക്കെ വലിപ്പം കൂടുതലായിരിക്കും, പുരികത്തേന്നൊക്കെ രോമം കാണും. അങ്ങനെയുള്ള ഒരു ലൂസ് ഷർട്ട് കൈമടക്കിയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ പണ്ട് നമ്മൾ കാണാറുണ്ട് സ്ഥിരം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ രൂപമുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടൊക്കെ ആണ് ജാഫർക്കോട് പറയുകയും അത് സുധാകരൻ എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ വളരെ ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു.
ജാഫർക്ക ശരിക്കും പറഞ്ഞാൽ എന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ചു. ഇപ്പോൾ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയാണ്. ഒരു വലിയ സിനിമയ്ക്ക്, കഥ പറയുമ്പോൾ പോലെയുള്ള ഒരു വലിയ സിനിമയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ ഗോപി എനിക്കതിൽ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിൽ നറേറ്റ് ചെയ്തിരിക്കുന്ന വോയിസ് നമ്മുടെ മോഹൻലാലേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാനിത് ആദ്യമേ കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ നല്ല മെസ്സേജുകൾ എനിക്ക് അയച്ചു. നന്നായിരിക്കുന്നു, നല്ല ചിന്തയാണ്, നന്നായിട്ട് കൺസീവ് ചെയ്തിരിക്കുന്നു, ഗുഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വലിയ മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു. പിന്നീട് അത് മമ്മൂക്കയെ കാണിച്ചു. അപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞത് ഇതിലെ കുട്ടിച്ചൻ ഞാനാണെന്ന് നീ ആരോടും പറയണ്ടെന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്കയുടെ ഒരു പടം കൂടി അതിനകത്ത് വെക്കാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. കുട്ടിച്ചനായിട്ടൊരു പഴയ ഫോട്ടോ നിൽക്കുന്നത്, തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന സംഘം സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു ഫോട്ടോ മമ്മൂക്കയുടെ വെക്കാമെന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മമ്മൂക്കയോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, എടാ ഇത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇത് കാണിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ ഇതാരാണെന്നൊരു പ്രേക്ഷകർക്ക് ഒരു തോന്നലുണ്ടാവും. ഇതാരാണ്, അവർക്ക് ഇമാജിൻ ചെയ്യാം ആരെ വേണമെങ്കിലും. അവർക്ക് എന്നെ കാണാൻ അല്ലെങ്കിൽ വേറെ ആരെ വേണമെങ്കിലും കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് നന്നായിട്ട് തോന്നി. അങ്ങനെ ഈ നമ്മുടെ ഒരു ഓഡിയോ ഇവരുടെ നമ്മുടെ അമ്മ ഷോയുടെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്കിറ്റ് എഴുതി ഡയറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരെ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാലേട്ടനോട് പറഞ്ഞു, ലാലേട്ടൻ ഇങ്ങനെ ഒരു മാറ്ററും കൂടെ ഞാനത് ചേർക്കുന്നുണ്ട് അവസാനത്തെ ഒരു പോർഷൻ. അപ്പോൾ അത് ലാലേട്ടൻ പറയുകയാണെങ്കിൽ നന്നായിരിക്കുന്നുണ്ട്. അങ്ങനെ ലാലേട്ടന് വളരെ സന്തോഷത്തോടെ അപ്പോൾ തന്നെ മേടിച്ചത് എനിക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ ഭാഗം ബില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോഴാണ്, എന്നാൽ ഈ കുട്ടിച്ചനെ കാണിക്കാതെ തന്നെ അവരുടെ പഴയകാല 1-2 പ്രധാനപ്പെട്ട ഇതിൽ പറഞ്ഞു പോയിട്ടുള്ള സീക്വൻസ് വരയ്ക്കാമെന്ന് വെച്ചു. ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു സംഭവം, അതും ഒരു ഷോർട്ട് ഫിലിം, ഒരു സിനിമയെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിച്ചതിന് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത് യൂട്യൂബിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. നിങ്ങളുടെ എന്ത് അഭിപ്രായവും, അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തായാലും സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. കഴിഞ്ഞ 29 കൊല്ലമായിട്ട് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും എൻ്റെ ഭാഗത്തുനിന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ കുട്ടിച്ചനും എൻ്റെ ടീമിനും. അപ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. നന്ദി.